വാഹനാപകടത്തിൽപ്പെട്ട് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മിംസ് ആശുപത്രിയിൽ കഴിയുന്ന നടൻ ജഗതി ശ്രീകുമാറിനെ ചൊവ്വാഴ്ച വീണ്ടും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി. ജഗതിയുടെ കാലിലെയും തുടയിലെയും പൊട്ടലുകൾ നേരെയാക്കുന്നതിനാണ് ശസ്ത്രക്രിയ. ശസ്ത്രക്രിയയ്ക്കായി ലോക നിലവാരത്തിലുള്ള സംവിധാനങ്ങൾ ഉപയോഗിക്കുമെന്നും ജഗതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നും അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർ അറിയിച്ചു. അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജോർജിന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് ശസ്ത്രക്രിയ നടത്തുന്നത്. എല്ലുകളിൽ 3 പൊട്ടൽ ഉള്ളത്. 3 ശസ്ത്രക്രിയകളും ഒരുമിച്ചാണ് നടത്തുക. നേരത്തെ ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കുന്നതിന് ജഗതിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കിയിരുന്നു. ആരോഗ്യനില മോശമായതിനാൽ കാലിലെയും തുടയിലെയും പൊട്ടൽ നേരെയാക്കുന്നതിനുള്ള ശസ്ത്രക്രിയ പിന്നീടേക്ക് മാറ്റുകയായിരുന്നു. വെന്റിലേറ്ററിൽ നിന്നും അടുത്ത ദിവസം ജഗതിയെ മാറ്റാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ഡോക്ടർമാർ പറഞ്ഞു. വെന്റിലേറ്ററിന്റെ സേവനം ക്രമേണ കുറച്ചുകൊണ്ടുവന്ന് പൂർണ്ണമായി മാറ്റാനാണ് ഡോക്ടർമാർ ഉദ്ദേശിക്കുന്നത്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞിരുന്നെങ്കിലും ഇത് മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും ഡോക്ടർമാർ പറഞ്ഞു. ജഗതി ശ്രീകുമാറിന്റെ രോഗവിവരങ്ങൾ അറിയാൻ സിനിമാ പ്രവർത്തകരുടെ ഒഴുക്കാണ്. കഴിഞ്ഞ ദിവസം നടൻ മമ്മൂട്ടി എത്തി അരമണിക്കൂറോളം ജഗതിയുടെ കുടുംബാംഗങ്ങളുമായി ചിലവഴിച്ചു. ചൊവ്വാഴ്ച നടനും അമ്മ പ്രസിഡന്റുമായ ഇന്നസെന്റ് എത്തി. ജഗതിയുടെ ചികിത്സയ്ക്ക് ആവശ്യമായ എത്ര തുക വേണമെങ്കിലും സിനിമാ സഹപ്രവർത്തകർ ചെലവഴിക്കുമെന്ന് ഇന്നസെന്റ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എന്തെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ അമ്മയുടെ സംഘടന ഭാഗത്തു നിന്നല്ല, ഞങ്ങളൊക്കെ എല്ലാവരും അതിന് തയ്യാറാണ്. അതൊന്നൊരു പ്രശ്നമുള്ള കാര്യമല്ല. നമ്മളതിന് വളരെ ആവശ്യക്കാർ എന്ന് പറയുകയാണെങ്കിൽ നമ്മളത് എന്താ വേണ്ടത് ചെയ്യും. കാരണം അതിനൊക്കെയാണ് സംഘടന നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. സിനിമാ പ്രവർത്തകരുടെ വരവറിഞ്ഞ് ഇവരെ കാണാനും മറ്റും നിരവധി ആരാധകർ ആശുപത്രിയിൽ എത്തുന്നത് അധികൃതർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നുണ്ട്. 2 ദിവസമായി ആരാധകരെ നിയന്ത്രിക്കാൻ വൻ പോലീസ് സന്നാഹമാണ് ആശുപത്രിയിലുള്ളത്. ജഗതിയുടെ ആരോഗ്യം നിലനിർത്താൻ വഴിപാട് കഴിച്ച പ്രസാദങ്ങളുമായും ചിലർ എത്തുന്നുണ്ട്.